ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സ്ട്രെയിറ്റ് പലാസോ പാൻറ്റില്ലേ, അതിൻ്റെ ആ ഒരു സ്റ്റിച്ചിങ് മെത്തേഡാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ലൈനിങ്ങും കൂടി അറ്റാച്ച് ചെയ്ത് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു പാൻറ്റ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ അതാ പാൻറ്റ് നിങ്ങൾ കണ്ടല്ലോ, നല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പാൻറ്റിൻ്റെ മെയിൻ ക്ലോത്ത് ഉണ്ടല്ലോ, അതാ ഇതുപോലെ ലൈനിങ് പീസ് ഇതുപോലെ സ്ക്വയറായിട്ട് നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാവേ. ഇതിപ്പം 2 മീറ്ററാണ് നമ്മുടെ ലൈനിങ്ങിൻ്റെ മെറ്റീരിയൽ എടുത്തിരിക്കുന്നത്. അത് 4ആയിട്ട് ഇതുപോലെ മടക്കി വെച്ചിട്ട് അങ്ങ് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പാൻറ്റിനകത്ത് നമുക്ക് ആ ഒരു ലൈനിങ് യോജിപ്പിച്ചാൽ കറക്റ്റായിട്ട് വരും. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു മുകൾ വശം ആദ്യം തന്നെ നമ്മുടെ ആ ഒരു മെയിൻ ക്ലോത്ത് പാൻറ്റിൻ്റെ ഒരു കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വശത്തിൻ്റെ മുകൾ വശമാണ് ആദ്യം നമ്മളൊന്ന് ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇത് പശ വെച്ച് നമ്മുടെ ഫാബ്രിക് ഗ്ലൂ ഉണ്ടല്ലോ അത് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാവേ. അപ്പോൾ കുറേ കൂടെ നമുക്ക് എളുപ്പത്തിൽ ഇത് സ്റ്റിച്ച് ചെയ്യുന്ന അത്രയും സ്റ്റിച്ചുകൾ കുറവായിരിക്കും. അപ്പോൾ എളുപ്പം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇതൊരു വളരുന്ന തുണിയാണ്, നമ്മുടെ ജോർജറ്റിൻ്റെ ആ ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിനനുസരിച്ച് വളർന്ന് നീണ്ട് വരാൻ സാധ്യതയുള്ള തുണിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തയ്ക്കുമ്പം ഇത് വലിച്ചു പിടിച്ചൊന്നും തയ്ക്കരുത്. വളരെ സൂക്ഷിച്ച് വേണം ഇത് നമ്മളൊന്ന് കറക്റ്റായിട്ടൊന്ന് വെച്ചെടുക്കാൻ. അപ്പോൾ അതുകൊണ്ട് ബിഗിനേഴ്സൊക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് ഒട്ടിച്ചെടുക്കുന്നതായിരിക്കും കുറേ കൂടി ഈസി ആയിട്ട് വരുന്നത്. അപ്പം നല്ല നീറ്റായിട്ടും കിട്ടും. നമ്മൾ തുടക്കക്കാർക്കൊക്കെ ഇതിങ്ങനെ പിടിച്ചു വെച്ച് തയ്ക്കുമ്പോൾ ചിലപ്പോൾ ഇത് വലിഞ്ഞ് നീണ്ടു പോകാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ഈ 2 വശങ്ങളും ആ മുകൾ വശം ആദ്യം ജോയിൻ്റ് ചെയ്തു. പിന്നെ 2 സൈഡിലേക്കുള്ള ഈ വശങ്ങളാണ് ഞാൻ ഇതുപോലെ പിടിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ലൈനിങ്ങുമായിട്ട് ഇത്രയൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പം ഇതറിയാത്തവർക്ക് അത്രയും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നത്. പിന്നെ ഇതിൻ്റെ ആ ഒരു അടിഭാഗം നമ്മളിത് തയ്ച്ച് യോജിപ്പിക്കുന്നില്ല. അത് നമ്മൾ പാൻറ്റിൻ്റെ ഇറക്കമൊക്കെ നോക്കിയിട്ട് ലാസ്റ്റ് കട്ട് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കട്ട് ചെയ്തൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ലെവലിലൊന്ന് കട്ട് ചെയ്ത് വിട്ടതിന് ശേഷം മാത്രമേ അവിടെ ആ ഭാഗം നമ്മൾ യോജിപ്പിക്കത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഭാഗം നമ്മൾ അടിഭാഗം യോജിപ്പിക്കാതെ ഇപ്പം ലൈനിങ്ങുമായിട്ട് ചേർക്കാതിരിക്കുന്നത്. പിന്നെ അടുത്ത പീസ് നമ്മൾ ഇതുപോലെ തന്നെ ലൈനിങ് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എക്സസ് വരുന്ന ലൈനിങ്ങൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ 2 സൈഡിലും കുറേശ്ശെയായിട്ട് നമുക്ക് ആ ഒരു ലൈനിങ് പീസ് എക്സസ് വന്നിട്ടുണ്ട്. അതെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാവേ. നല്ല ക്ഷമയോടുകൂടി വേണം നമ്മളിതൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു മെറ്റീരിയൽ നമ്മൾ പിടിച്ചാൽ നിൽക്കുന്ന ഒരു മെറ്റീരിയലല്ല, ഇങ്ങനെ ഒഴുകി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം ഈ ലൈനിങ്ങുമായിട്ടൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മൾ എക്സസ് വന്ന പീസുകളൊക്കെ കട്ട് ചെയ്തു. ഇനി നമുക്ക് ഇതുപോലെ അടുത്ത പീസിൻ്റെയും ഒരു ആ എക്സസായ ലൈനിങ്ങൊക്കെ കട്ട് ചെയ്തിട്ട് ഇത് തമ്മിലൊന്ന് ജോയിൻ്റ് ചെയ്തെടുക്കാവേ. അപ്പോൾ ജോയിൻ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ ഒരു നടുഭാഗം, ഈ സീറ്റിൻ്റെ ഭാഗമാണ് നമ്മൾ ആദ്യം ജോയിൻ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നല്ല സെക്യൂറായിട്ട് 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളിതൊന്ന് നേരെ വെച്ചിട്ടൊന്ന് പതിച്ച് അടിച്ചുകൂടി എടുക്കുവേ. തുണിയുടെ നല്ല വശത്തിൽ ഒന്ന് പതിച്ചുകൂടി അടിച്ചെടുക്കും. പിന്നെ അഥവാ നമ്മൾ ആദ്യമായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിൽ ഇച്ചിരി അങ്ങോട്ടൊക്കെ ഇറങ്ങിപ്പോയാലും നമ്മളതൊന്ന് ലെവൽ ചെയ്തൊന്ന് കട്ട് ചെയ്തൊക്കെ എടുത്താൽ മതിയാവേ. ഇപ്പോൾ എനിക്കിവിടെ കറക്റ്റായിട്ട് ആ സീറ്റിൻ്റെ വശങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കറക്റ്റിലവിടെ കട്ട് ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നും വന്നില്ല. ഇനി നമുക്കിതിൻ്റെ ഈ സെൻറ്റർ ഭാഗം നമുക്കിതുപോലെ ഒന്ന് പതിച്ചടിച്ചെടുക്കാവേ. അപ്പോൾ ഞാനിവിടെ ഒരു പതിച്ച് അടിച്ചുകൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നല്ല സെക്യൂറായിട്ടിരിപ്പുണ്ട്. ഇനി നമുക്ക് ഞാൻ ഇതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ബാക്കിൻ്റെ സീറ്റ് വശവും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തമ്മിൽ നമുക്കിനി ഒന്ന് ഈ 2 പീസുകൾ തമ്മിൽ ഇതുപോലെ ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാവേ. ഇനി നമുക്ക് ആ സൈഡിലേക്ക് വരുന്ന സ്ട്രെയിറ്റായ വശമാണ് അടുത്തതായിട്ട് യോജിപ്പിച്ചെടുക്കേണ്ടത്. അപ്പോൾ അതും നമ്മളിതുപോലെ ഒരുപോലെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ പുറത്ത് നല്ല വശത്ത് പതിച്ചടിക്കത്തൊന്നുമില്ല. ഈ ചീത്ത വശത്ത് 2 സ്റ്റിച്ച് ഇട്ടെടുക്കത്തത് മാത്രമേ ഉള്ളൂ. അപ്പോൾ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമുക്ക്
നീറ്റായിട്ട് തന്നെ 2 സ്റ്റിച്ച് ഇവിടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ വളരെ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഇനി ഇതുപോലുള്ള ഈ ഒരു ലൈനിങ് വെക്കേണ്ട പാൻറ്റുകളൊക്കെ ആണെങ്കിൽ നമുക്ക് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. കുറച്ചൊന്നും മെനക്കെട്ടാൽ മതിയാവും. അങ്ങനെ ഇതാ നമ്മൾ 2 സ്റ്റിച്ച് അവിടെ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി അപ്പുറത്തുള്ള ആ സൈഡ് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ക്ലോസ് ആക്കി കൊടുക്കാം. ഇതുപോലെ ആ സ്ട്രെയിറ്റ് വരുന്ന പീസ് നമുക്ക് ഇതുപോലെ തന്നെ 2 തയ്യലിട്ടെടുക്കാവേ. പിന്നെ എന്താ നമ്മളിനി ഇതിൻ്റെ ആ ഒരു ലെങ്താണ് നോക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിത് തറയിലേക്കൊന്ന് നിവർത്തിയിട്ടിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെ എല്ലാ വശങ്ങളും നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമ്മളിതിന് വരുന്ന ആ ഒരു എലാസ്റ്റിക്കിൻ്റെ ബാൻഡിൻ്റെ വിഡ്ത്ത് നോക്കുവാണ്. ഒരു 2 ഇഞ്ച് ഞാൻ അകലെ ഇവിടെ കൊടുക്കുന്നുണ്ട് താഴേക്ക്. ആദ്യം അതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. പിന്നെ ആ ഒരു ബാൻഡ് നമ്മൾ എവിടെ വരെയാണോ വരുന്നത് അതിന് ശേഷമുള്ള ഭാഗത്താണ് നമ്മുടെ ലെങ്ത് മാർക്ക് ചെയ്യുന്നത്. ഇവിടെ നമ്മളൊരു 39 ഇഞ്ചാണ് നമുക്ക് സ്റ്റിച്ചിങ് എല്ലാം കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു പാൻറ്റിൻ്റെ അളവ് വേണ്ടത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് ആ ഒരു രീതിയിൽ നമുക്കിത് അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു ബോട്ടം വശം നമുക്കിതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. എന്നിട്ട് ആ എക്സസ് വരുന്ന പീസുകളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാവേ. വളരെ സിമ്പിളായിട്ട് തന്നെ തയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതാ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ആ ഒരു എലാസ്റ്റിക് ആ ഒരു ബാൻഡ് നമുക്ക് ഒന്ന് പിടിപ്പിച്ചെടുക്കാവേ. അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഇതിൻ്റെ മുകൾ വശത്തുനിന്ന് ഒരു 1/4 ഇഞ്ച് അകത്തേക്കൊന്ന് മടക്കി തയ്ക്കുന്നുണ്ടേ. അത് തുണിയുടെ തേരുവശമൊക്കെ ആണെങ്കിൽ നമുക്ക് അകത്തേക്ക് മടക്കി തയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ നമ്മുടെ അഴിഞ്ഞു വരാൻ ഈ നൂലുകൾ ഇങ്ങനെ അഴിഞ്ഞു കിടക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഞാനിവിടെ സൈഡൊന്ന് ആദ്യം തന്നെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ടേ. ഒരു 1/4 ഇഞ്ച് അകത്തേക്ക് മടക്കി വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് തയ്ച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു എലാസ്റ്റിക് എത്രയാണോ നമുക്ക് വേണ്ട ആ ഒരു രീതിയിലൊന്ന് പിടിപ്പിച്ചെടുക്കാവേ. ഇതിന് ഞാൻ ചെയ്യുന്നത് ഒരു 6 ഇഞ്ച് 7 ഇഞ്ചൊക്കെ കുറച്ചിട്ടാണ്. നമ്മുടെ വേസ്റ്റ് എത്രയാണോ അതിനേക്കാളിലും ഒരു 6 ഇഞ്ചോ 7 ഇഞ്ചൊക്കെ കുറച്ചാണ് ഞാനിവിടെ എലാസ്റ്റിക് ബാൻഡ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. കാരണം നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു എലാസ്റ്റിക് 1 ഇഞ്ച് വിഡ്ത്തുള്ളതാണ്. അതുപോലെ തന്നെ നല്ല വലിയുന്ന ടൈപ്പാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വലിഞ്ഞ് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചാണ് ഇതിന് എലാസ്റ്റിക് ബാൻഡ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇവിടെ ഞാൻ 44 ഇഞ്ചാണ് ഈ ഒരു വേസ്റ്റ് വരുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഇതാവാതിരിക്കാൻ വേണ്ടി ലൂസായി പോവാതിരിക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 16.5 ഇഞ്ചാണ് എടുക്കുന്നത്. ഞാൻ ഇതിൻ്റെ ആ ഒരു വലിച്ച് കാണിച്ച് തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എത്രത്തോളം ഇത് വലിയുമെന്നുള്ളത് ഈ എലാസ്റ്റിക്. 16.5 ഇഞ്ചാണ്. 17 ഇഞ്ച് സൂക്ഷം ഞാൻ എടുത്തിട്ടുണ്ട്. തയ്യൽ തുമ്പ് കഴിയുമ്പോൾ ഒരു 16.5 ഇഞ്ച് നമുക്കിൻ്റെ വേസ്റ്റ് ബാൻഡ് വരണേ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 17 ഇഞ്ച് വെച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നമുക്ക് 34 ഇഞ്ചാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ഒരു സൈഡ് ഒന്ന് ക്ലോസ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒപ്പം വെച്ച് കൊടുത്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് തന്നെ നല്ല ഏറെക്കുറെ ഒരു 3-4 തയ്യൽ നമ്മൾ അവിടെ നല്ല ഫിക്സ് ആയിട്ടിരിക്കാൻ വേണ്ടി ഒന്ന് ഇട്ട് കൊടുക്കണമേ. ഞാനിവിടെ 3-4 തയ്യലും അല്ല, അതിൽ കൂടുതൽ നല്ല രീതിയിൽ കെട്ടിട്ട് എടുക്കുന്നുണ്ട്. തുണി കീറിയാലും എലാസ്റ്റിക് അവിടെ നിന്ന് വരത്തില്ല. അതേപോലെയാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ തയ്യലൊന്നും അഴിഞ്ഞു പോവാതിരിക്കാൻ അത്രയും സ്ട്രോങ് ആയിട്ട് തന്നെ നമ്മളിവിടെ സ്റ്റിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഈ ഒരു എലാസ്റ്റിക് നമ്മുടെ ആ ഒരു വേസ്റ്റ് ബാൻഡിൻ്റെ ആ ഒരു സ്ഥലത്തേക്ക് വെച്ചിട്ട് ഇതുപോലെ അകത്തേക്കൊന്ന് മടക്കി തയ്ച്ചെടുക്കാവേ. എലാസ്റ്റിക് കവറാവുന്ന രീതിയിൽ നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ എലാസ്റ്റിക്കിലേക്ക് കയറ്റി വെച്ച് നമ്മൾ ആ ഒരു സ്റ്റിച്ച് ഇടരുത്. കറക്റ്റായിട്ട് എലാസ്റ്റിക്കിൻ്റെ ഇപ്പുറത്തേക്ക് വരുന്ന രീതിയിലായിരിക്കണം നമ്മുടെ തയ്യൽ വരുന്നത്. എലാസ്റ്റിക് ലൂസായിട്ട് തന്നെ അവിടെ ഇങ്ങനെ ഓടിക്കളിക്കുന്ന രീതിയിലുള്ള രീതിയിൽ നമ്മളങ്ങനെ വിട്ട് കൊടുത്ത് വേണം അവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പോൾ അതാ ഞാൻ കറക്റ്റായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വലിച്ച് കൊടുക്കാം. എന്നാലേ അത് എവിടെയെങ്കിലും ഒന്ന് കയറി ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് കറക്റ്റായിട്ട് എല്ലാ സൈഡിലും ഒരുപോലെ ലാസ്റ്റിക്ക് വരത്തുള്ളേ. ഇനി നമുക്ക് സെൻറ്റർ പോർഷനിലും കൂടി ഒന്ന് വലിച്ചു പിടിച്ചിട്ട് ഒന്ന് സ്റ്റിച്ചിട്ടെടുക്കാവേ. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്കിനി എലാസ്റ്റിക് അങ്ങനെ ഓടിക്കളിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയും തിരിഞ്ഞും മറിഞ്ഞും ഒന്നും പോവാതിരിക്കാനും വേണ്ടിയിട്ട് നമുക്കവിടെ ഫിക്സ് ആയിട്ടിരിക്കാൻ വേണ്ടി നമുക്കിതുപോലെ വലിച്ചു പിടിച്ചിട്ട് ഈ ഒരു സ്റ്റിച്ച് ഇട്ടെടുക്കാവേ. അത് വലിച്ചു പിടിച്ചിട്ടാണ് നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയേ. അപ്പോൾ എല്ലായിടും ഒരുപോലെ തന്നെ നമുക്കിതാ ഈ ഒരു എലാസ്റ്റിക്കിൻ്റെ ആ ഒരു ഭാഗം ശരിയായി വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മളുടെ ബോട്ടം പോർഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇനി അതിൻ്റെ കൂടെ നമ്മളിനി നോക്കണം, ഇറക്കമൊക്കെ നമുക്ക് ഈ കസ്റ്റമറിന് ആവശ്യമായിട്ടുള്ള രീതിയിലുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ആ ഒരു തയ്യൽ തുമ്പ് കണക്കാക്കി താഴെ ഇനി ആ ഒരു ബോട്ടം പോർഷനിൽ നമ്മൾ ആ ഒരു പീസ് വെച്ച് തയ്ച്ചെടുക്കാനേ. ഞാൻ അതിനായിട്ടുള്ള പടിക്ക് വേണ്ടിയിട്ടുള്ള മെറ്റീരിയലാണ് ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. ലൈനിങ്ങിൻ്റെ ആ ഒരു മെറ്റീരിയൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇത് ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ്. അത് ഞാൻ ഇതുപോലെ ഒരു 1.5 ഇഞ്ച് വലിപ്പത്തിൽ കൂടിപ്പോയ 2 ഇഞ്ച് വലിപ്പം ഒക്കെ എടുത്തിട്ടുണ്ട്. ആ ഒരു രീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അരികുവശം ഒന്ന് ആദ്യം ജസ്റ്റ് ഒന്ന് തയ്ച്ചു കൊടുക്കാം. 2 പീസിൻ്റെയും സൈഡ് ഇതുപോലെ ഞാനൊന്ന് തയ്ച്ചെടുക്കുന്നുണ്ട്. ഇനി ഓരോ പടിയായിട്ട് നമുക്ക് ഈ ഓരോ ബോട്ടത്തിൻ്റെ ചുവട്ടിലും ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ വെച്ച് ഒന്ന് തയ്ച്ചെടുക്കാവേ. ഇതാ അപ്പോൾ നമുക്ക് നീറ്റായിട്ട് തന്നെ നമ്മുടെ ആ ഒരു പടി നമ്മളവിടെ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പതിച്ചുകൂടി അടിച്ചെടുക്കാം. ഈ പതിച്ചടിക്കുന്നത് നമ്മൾ ആ ഒരു പടിക്ക് മുകളിലൂടെയാണ് പതിച്ചടിക്കുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ നൂല് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത നൂല് ഞാൻ ചുറ്റി എടുത്തത് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിതാ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവിടെ നമ്മൾ ആ ഒരു ലൈനിങ് പീസിനകത്തൊന്ന് പതിച്ചടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അകത്തേക്ക് മടക്കി വെച്ച് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആ പടി അവിടെ ഒന്ന് സെറ്റാക്കി നമ്മളൊന്ന് വെച്ചിട്ടുണ്ട്. ഇത് കോഞ്ചാടിയൊന്നും പോവാതെ നല്ലതുപോലെ തന്നെ നമ്മൾ ഫിക്സ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ പുറത്ത് വരുന്ന വശത്ത് നമുക്കിങ്ങനെ വളഞ്ഞു തിരിഞ്ഞൊക്കെ ഇരിക്കും. അത് ശ്രദ്ധിച്ച് നമ്മൾ നല്ല രീതിയിൽ ഒന്നുമില്ലെങ്കിൽ അയൺ ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ കുറേ കൂടെ നീറ്റായിട്ടിരിക്കുവേ. അപ്പം ഞാൻ ആ അയൺ ബോക്സിൻ്റെ അവിടം വരെ പോകുന്ന മടി കൊണ്ടാണ് അതിന് താഴെ പോകണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് അയൺ ചെയ്യാതെ തന്നെ അങ്ങ് ചെയ്യുന്നത്. പിന്നെ ഇതാ നമുക്കിനി ഈ ബോട്ടത്തിൻ്റെ എത്രയാണോ നമുക്ക് വിഡ്ത്ത് വേണ്ട ആ ഒരു അളവ് വെച്ചിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇതിപ്പോൾ ലൂസുള്ള ബോട്ടം ആണെങ്കിൽ ഇങ്ങനെ തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഞാനൊരു 7.5 ഇഞ്ചാണ് കസ്റ്റമറിന് ആവശ്യം. അപ്പോൾ ആ ഒരു രീതിയിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി നമുക്ക് ആ ഒരു സീറ്റിൻ്റെ പോർഷനിലേക്ക് ഇതുപോലെ കൊണ്ടുചെന്നൊന്ന് കുത്തി നിർത്തി ഇറക്കാം. ഇനി എക്സസ് വരുന്ന പീസുകളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് വിടാവേ. പിന്നെ അടുത്ത വശത്തും ഞാനതുപോലെ പടി പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡും അതുപോലെ തന്നെ ബോട്ടത്തിൻ്റെ പോർഷനിൽ നിന്ന് മുകളിലേക്ക് ആ ഒരു നടുക്ക് നമ്മൾ കുത്തി നിർത്തിയല്ലോ ആ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് നിർത്താവേ. എന്നിട്ട് ഇതാ അവിടെ ഇങ്ങനെ ഞാൻ കുറേ തയ്യലുകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ ആ ഒരു സീറ്റ് പോർഷൻ പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടി അവിടെ കുറേ തയ്യൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എക്സസ് വരുന്ന പീസുകളൊക്കെ അവിടെയും നമുക്കൊന്ന് കട്ട് ചെയ്ത് വിടാം. എന്നിട്ട് ചെറിയ ചെറിയ കട്ടിങ്സൊക്കെ നമുക്ക് കൊടുക്കാം അവിടെ വളഞ്ഞ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആ ഒരു ബോട്ടത്തിൻ്റെ ഭാഗം. നമ്മുടെ ബോട്ടം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ
നല്ല കറക്റ്റായ രീതിയിൽ തന്നെ നമ്മുടെ ആ ഒരു ലൈനിങ് ഇട്ട ബോട്ടം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഗൈസ്. പിന്നെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അത് അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.